1971 ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടം മുതൽ അവിടെ നിലനിന്നിരുന്ന ഹൈന്ദവ ജനത ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ശക്തികളാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഭീകരമായ വംശഹത്യയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങൾ ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറത്ത് ഇന്ത്യ വിരുദ്ധ അജണ്ടകൾ മുൻനിർത്തിയുള്ളതായിരുന്നുവെന്ന് വ്യക്തമായ തെളിവുകൾ ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് ആനുകൂല്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആസൂത്രിതമായി പൊട്ടിപ്പുറപ്പെട്ട ഭരണവിരുദ്ധ ആഭ്യന്തര കലാപത്തിന് നേതൃത്വം കൊടുത്ത ആസിഫ് മുഹമ്മദ് എന്ന വിദ്യാർത്ഥി ഇപ്പോൾ ഇസ്ലാമിക് ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രതിനിധിയായി മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ ഉപദേഷ്ടാവ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചതടക്കമുള്ള തീവ്രവാദികളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ് പലരും ഇതിനെ കണക്കാക്കുന്നത്. ധാക്ക യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇന്ത്യയുടെ ദേശീയ പതാകയെ ബംഗ്ലാദേശി വിദ്യാർത്ഥികൾ അപമാനിച്ചതിൻ്റെ പിന്നിലും കടുത്ത ഇന്ത്യ വിരുദ്ധ അജണ്ടകൾ വെച്ചു പുലർത്തുന്ന ഇയാൾ തന്നെയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ബംഗ്ലാദേശിലെ 53ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇന്ത്യൻ പതാക അപമാനിക്കപ്പെട്ടത്. ഇന്ത്യൻ അഭിമാനമായ ദേശീയ പതാകയുടെ നിറം നടപ്പാതയിൽ വരച്ചു ചേർക്കുകയും പകപോക്കിയതിന് തുല്യമായ ക്രൂരമായ സംതൃപ്തിയോടെ അതിൽ ചവിട്ടി നടന്ന് അപമാനിക്കുകയും ചെയ്തത് ബംഗ്ലാദേശിലെ 50ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെന്നത് അതിൻ്റെ ഗൗരവം വല്ലാതെ കൂട്ടുകയാണ്. ഈ ക്രൂരകൃത്യങ്ങളിൽ ആസിഫ് മുഹമ്മദിൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇയാൾ ഇന്ത്യൻ പതാകയെ അപമാനിക്കുന്ന ചിത്രങ്ങളിൽ ത്രിവർണ്ണ പതാക നിലത്ത് എറിയുന്നതിൻ്റെയും അതിൽ കാലുകൾ വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. മുൻപ് ബംഗ്ലാദേശ് രൂപീകരണ കാലത്ത് തന്നെ ഇന്ത്യയുടെ നിതാന്ത വൈരികളായ പാകിസ്ഥാൻ്റെ ശക്തമായ പിന്തുണയോടെ ജമാഅത്തെ ഇസ്ലാമികൾ ഇത്തരത്തിൽ കടുത്ത ഹൈന്ദവ പീഡനം അഴിച്ചുവിട്ടിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ ശക്തിയായി വളർന്നു വന്ന ബംഗ്ലാദേശിൽ ആസൂത്രിത അട്ടിമറിയിലൂടെ വീണ്ടും ന്യൂനപക്ഷ കൂട്ടക്കുരുതിക്ക് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഹൈന്ദവ സന്യാസിമാരുടെ അറസ്റ്റിനെ തുടർന്ന് ആഗോള കൃഷ്ണഭക്ത സമൂഹമായ ഇസ്കോൺ വിശ്വാസികളെ ക്രൂരമായി കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കലാപത്തിൽ ഹിന്ദു വിശ്വാസികളാണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ ഇസ്ലാം മതമൗലിക വാദ കാവൽ സർക്കാരും ഈ ന്യൂനപക്ഷ പീഡനത്തിന് കൂട്ടുനിൽക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന ഒറ്റ കാരണത്താൽ മിണ്ടാപ്രാണികളായ പശുക്കളെ പോലും മാരകായുധങ്ങൾ ഉപയോഗിച്ച് പച്ചയ്ക്ക് വെട്ടിയും കുത്തിയും കൊല്ലുന്ന അതിദാരുണമായ രംഗങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്ന ഹൈന്ദവ സമൂഹത്തിൻ്റെ ആർത്തനാദങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ തെരുവീഥികളിൽ അലയടിക്കുന്നത്. അങ്ങകലെ ഗാസയിൽ ആക്രമിക്കപ്പെടുന്ന ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി ഹാഷ്ടാഗുകളും സോഷ്യൽ മീഡിയ കൂട്ടായ്മകളും ക്യാമ്പയിനുകളുമൊക്കെ ശക്തമായി നടത്തുമ്പോൾ ഇന്ത്യയുടെ ഓരം ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശിലെ ക്രൂരമായി കൊല്ലപ്പെടുന്ന ഹൈന്ദവ സമൂഹത്തിന് പിന്തുണ കൊടുക്കാനോ അവരുടെ ദുരവസ്ഥകളെ വാർത്തയാക്കാനോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനോ ഇവിടെ മാധ്യമങ്ങളോ ഇടത് വലത് നേതാക്കന്മാരോ അന്തിച്ചർച്ചക്കാരോ സോഷ്യൽ ഫിഗറുകളോ ഒന്നും രംഗത്ത് വരാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായി മാറിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തതിൻ്റെ വിദ്വേഷമാണ് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശി തീവ്രവാദികൾക്കുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭീകരവാദത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം ഇന്ത്യക്കുണ്ട്. മുമ്പ് ഇന്ത്യയിൽ ഈ ഭീകരപ്രസ്ഥാനം 2 പ്രാവശ്യം നിരോധിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തെ ക്രൂരമായി വേട്ടയാടി ഇല്ലാതാക്കി മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് മൗനമായി കണ്ടുകൊണ്ടിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡൻ്റായി അവരോധിതനാകുന്ന ഈ കാലത്ത് ബംഗ്ലാദേശിലെ ഈ ഹിന്ദു വംശഹത്യക്കെതിരെ ഇന്ത്യ നടത്തുന്ന ശക്തമായ കരുനീക്കങ്ങൾ 100% ഫലം കാണുക തന്നെ ചെയ്യും. ആ ഒരു പ്രതീക്ഷയിലാണ് ബംഗ്ലാദേശിലെ ഹൈന്ദവരും മറ്റ് ന്യൂനപക്ഷങ്ങളും ഇപ്പോൾ.